തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി വലിയ ആക്ഷേപങ്ങളാണ് സഖാവ് ശിവൻകുട്ടിയും അതുപോലെയുള്ള ചിലരും തുടരുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വാട്ടർ അതോറിറ്റി കുടിക്കേണ്ട വെള്ളം മുടക്കും, എന്നിട്ട് കുടിവെള്ളക്ഷാമമുണ്ടെന്ന് വരുത്തും. ആ ക്ഷാമം വരുത്തിയിരിക്കുന്നത് കോർപ്പറേഷനാണെന്ന് പറയിപ്പിക്കും. ഇതിന് നിർദ്ദേശം കൊടുക്കുന്നത് മന്ത്രിതലത്തിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ അതിനെതിരെ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റിയിൽ സമരം നടത്തുകയുണ്ടായി. എനിക്ക് BJPയോട് പറയാനുള്ളത്, കൗൺസിലർമാരോട് പറയാനുള്ളത്, അങ്ങനെ ജനശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നതൊക്കെ ശരിയാണെങ്കിലും അതിനുപരിയായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്ത് വാട്ടർ അതോറിറ്റി MD പേഴ്സണലി റെസ്പോൺസിബിൾ ടു എൻഷുർ വാട്ടർ സപ്ലൈ ടു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളൊരു ഓർഡർ വാങ്ങിക്കുകയും അങ്ങനെ വാട്ടർ അതോറിറ്റി MDക്ക് ഏത് മന്ത്രി പറഞ്ഞാലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കുകയും ചെയ്യണം. അതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് നായശല്യം കൂടിയെന്നാണ് പറയുന്നത്. നായശല്യം ഇനിയും കൂടും. 4-ാം തീയതിക്ക് ശേഷം നായശല്യം വളരെയധികം വർദ്ധിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ നായശല്യം അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യമായിരിക്കും, ഒരുപക്ഷെ വിഷപ്പാമ്പിൻ്റെ ശല്യങ്ങളായിരിക്കും ഇനി 4-ാം തീയതിക്ക് ശേഷം വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 4 മാസം മാത്രം പ്രായമായിട്ടുള്ള BJP കോർപ്പറേഷന് എങ്ങനെയാണ് നായശല്യം കൂട്ടാനായിട്ട് ഇടയായത്? അതിനിടയ്ക്ക് അഥവാ നായ്ക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും മനുഷ്യരെ കടിക്കാൻ പാകമായിട്ടില്ല. ചെറിയ കുഞ്ഞുങ്ങളാണ്. വാസ്തവത്തിൽ അതിൻ്റെ പ്രജനനം അനുസരിച്ച് ആ സമയത്ത് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സമയമല്ല. അപ്പോൾ കഴിഞ്ഞ 45 വർഷമായിട്ട് കോർപ്പറേഷൻ ഭരിച്ചിരുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF കോർപ്പറേഷനുകൾ വരുത്തിവെച്ച കാര്യങ്ങളാണ് 4 മാസം കൊണ്ട് BJP കോർപ്പറേഷൻ ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും. വേസ്റ്റ് മാനേജ്മെൻറ്റിന് 45 വർഷമായിട്ട് ഒന്നും ചെയ്യാതിരുന്നൊരു കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നു 4 മാസം കൊണ്ട് BJP ഒന്നും ചെയ്തില്ല എന്ന്. അതുപോലെ മറ്റു കാര്യങ്ങൾ നമ്മൾ കാണാം. അതായത് ഇപ്പോൾ തിരുവനന്തപുരം പുത്തിക്കണ്ടം മൈതാനം 15,000 രൂപയ്ക്ക് 2026 തീയതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് 5 വർഷത്തേക്ക് ഒരു ഹാൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം നിയമപരമായി BJP അസാധുവാക്കി പ്രഖ്യാപിച്ച് അത് തിരിച്ചെടുത്ത് പുനർലേലം നടത്തേണ്ടതാണ് നിയമപരമായിട്ട്. ഇതിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനും കൂടി കോർപ്പറേഷൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ നിന്നെല്ലാം വളരെ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷനിൽ നിന്നും കൊള്ളയടിച്ചിരുന്നത് കിട്ടാതായവർക്ക് അത് കിട്ടാതായപ്പോൾ നട്ടും ബോൾട്ടും ലൂസായിട്ട് സംസാരിക്കുകയാണ്. സ്വതവേ നട്ടും ബോൾട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്നത്. ആ ആൾക്കാർക്ക് ഈ വരുമാനം പോയി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലേക്ക് അത് സ്വീകരിക്കാൻ ആകുന്നില്ല. കാരണം ഇപ്പോൾ പൈസ കിട്ടുന്നില്ല. നമുക്ക് കോർപ്പറേഷൻ്റെ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ നോക്കിയാൽ കാണാം എത്ര കോടി രൂപയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്കും മറ്റു വിഭാഗങ്ങളിലേക്കും അഴിമതിയായി പോയിക്കൊണ്ടിരുന്നതെന്ന്. കാരണം 15,000 രൂപയ്ക്ക് ഔദ്യോഗികമായി ഒരു സാങ്ഷൻ കൊടുക്കുമ്പോൾ അതിന് കിട്ടേണ്ടിയിരുന്ന 5 ലക്ഷം രൂപ അത് ബ്ലാക്ക് മണി ആയിട്ട് പാർട്ടിക്കോ നേതാവിനോ കിട്ടുന്നു. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ സംവിധാനം നിന്നു. ആ ഫണ്ടുകൾ ഇല്ലാതായി. ഇനിയിപ്പോൾ 4-ാം തീയതിക്ക് ശേഷം ഭരണവും ഇല്ലാതാകും എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളമുണ്ട്. കോർപ്പറേഷനുകളെല്ലാം ഒരെണ്ണമൊഴിച്ച് എല്ലാം കൈവിട്ടു പോയി. അങ്ങനെ ഒന്നും ഒരു ആഗമന മാർഗത്തിന് ഇല്ല എന്ന് വരുമ്പോഴുണ്ടാകുന്ന വെപ്രാളമുണ്ടല്ലോ, അതാണ് ഇവരെ പൂർണ്ണമായിട്ടും നട്ടും ബോൾട്ടും പോയ വിധത്തിലാക്കാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഇനി കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വേറൊരു വ്യത്യാസം വരും. കാരണം ഊരാളുങ്കൽ സൊസൈറ്റി വഴിയും മറ്റും കോടിക്കണക്കിന് രൂപ പാർട്ടി ഫണ്ടിലേക്ക് വിവിധ ഇപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന അവരെ സഹായിക്കാനായി ഉണ്ടാക്കുന്ന വീടുകൾ അതിൽ നിന്നെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടല്ലറിയാം. കാരണം പരമാവധി 200-220 കോടി രൂപയ്ക്ക് ചെയ്യേണ്ട, അത് ലാവിഷായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് 750 കോടി രൂപയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഈ ഊരാളുങ്കൽ സൊസൈറ്റി വഴി കഴിഞ്ഞ 10 കൊല്ലം എന്തൊക്കെ ചെയ്തു, അതൊക്കെ എത്ര കോടി രൂപയുടെ വർക്കായിരുന്നു. ഇപ്പോൾ ശ്രീ ബിജു പ്രഭാകർ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന കറപ്ഷനെ പറ്റിയൊക്കെ അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്.
അതിൽ നടപടികളും എടുക്കേണ്ടതാണ്. അത് ഇനി വരുന്ന ഭരണകൂടം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അതിൽ വരാൻ പോകുന്ന ഒരാൾ ശ്രീ വി ഡി സതീശൻ, അദ്ദേഹം പറഞ്ഞത് ഖുറാനിലുള്ളത് എന്നാണ്, ഈ ഭൂമി ഗോളമാണെന്നും അത് സൂര്യനെ ചുറ്റുകയാണെന്നും മറ്റുള്ളവർ പറയുന്നതിന് മുന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഏത് ഖുറാനാണാവോ വായിച്ചത്? ഞാൻ വായിച്ച ഖുറാനിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊക്കെയാണ് ശ്രീ വി ഡി സതീശ, അങ്ങ് പുസ്തകം വായിക്കുമെന്നൊക്കെ വെറുതെ പറഞ്ഞു കിടന്നിട്ട് കാര്യമില്ല, വായിക്കണം. 88:20, അത് 88-ാം അധ്യായം 20-ാമത്തെ ആയത്ത്. അത് ഭൂമി എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കുക. 79:30, അതും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അധ്യായം 71-19-ാമത്തെ ആയത്ത്, അല്ലാഹു ഭൂമിയെ നിങ്ങൾക്കായി വിരിപ്പായി എന്ന് ഒരു തർജ്ജമയിലും പർവ്വതാനിയായി ഒരുക്കിയിരിക്കുന്നു എന്ന് മറ്റൊരു തർജ്ജമയിലും കാണുന്നു. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ ഖുർആൻ 3 എൻ്റെ കയ്യിലുണ്ട്. അത് 3 പ്രാവശ്യം ഞാൻ വായിച്ചതാണ്. അതിലെ പല ആയത്തുകളും ഞാനത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി ആയത്തുകളുണ്ട്. ഇതുപോലെ പറഞ്ഞു തരാനായിട്ട് ശ്രീ സതീശന് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഏതായാലും ഇത്തരം വിഡ്ഢിത്തരങ്ങളൊന്നും ഇനി മുഖ്യമന്ത്രിയായിട്ട് ബഹളം വയ്ക്കുന്ന ആളുകളൊന്നും പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് ഖുറാനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതിലില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. അതിലുള്ള കാര്യങ്ങളല്ലേ പറയേണ്ടത്. അതിലെ ഒരു വാക്കുപോലും മാറ്റാൻ പാടില്ല. അത് ഭൂമി ഉള്ള കാലം മാത്രമേ നിലനിൽക്കേണ്ടതാണ് എന്നാണ് അതിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് മാറ്റുന്നത് പിന്നീട്? അപ്പോൾ പുതിയ ഖുറാൻ ശ്രീ വി ഡി സതീശൻ്റെ ഖുറാൻ എന്ന് പറയേണ്ടി വരും. അല്ലാതെ ആ ഖുറാനെ പറ്റി നമ്മൾ എന്താണ് പറയുക? കാരണം വി ഡി സതീശൻ വായിച്ച ഖുറാനിൽ ഏതായാലും ഈ ഖുറാനാണ് വായിച്ചെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂമി ഉരുണ്ടതാണെന്നും ഒരു ഗോളമാണെന്നും അത് സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു എന്നും മറ്റുള്ളവർ കണ്ടെത്തുന്നതിന് മുന്ന് കണ്ടെത്തി എന്ന വ്യാഖ്യാനം തരുന്ന ഒരു വ്യാഖ്യാനം പോലും ഉണ്ടാകില്ല. ഇത് കൂടാതെ 10-60ഓളം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിന് മാത്രമുള്ളൊരു ഞാൻ ഈ പറയുന്ന 88-20, 79-30, 71-19 ഈ ആയത്തുകൾ, അധ്യായങ്ങളും ആയത്തുകളും മാത്രമൊന്ന് ശ്രീ വി ഡി സതീശൻ്റെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി വയ്ക്കുകയാണ്. കാരണം ഇനി മുഖ്യമന്ത്രിയായിട്ട് പുതിയ ഖുറാനൊന്നും ഉണ്ടാക്കി കളയല്ലേ എന്ന് അപേക്ഷയമായിട്ട് പറയുകയാണ്. ഉള്ള ഖുറാൻ മതി. അതിലുള്ളത് നമ്മൾ വായിച്ചതാണ്. അത് നമുക്ക് കാണാപ്പാഠമാണ്. അത് പറഞ്ഞു തന്നു എന്ന് മാത്രം.